വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ആലു മട്ടർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ: ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, നമ്മുടെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ട്, ആൻഡ് ദെൻ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം. ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മതിയാവും. ഇനി ഇത് എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ചെറിയ ജീരകം ഇടാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ പച്ചമുളക്, ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ചിലർ ഉള്ളി എന്താ പറയുക അരച്ച് ചേർക്കും, ഓരോരുത്തരുടെ ഇഷ്ടമാട്ടോ. ഞാനിങ്ങനെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് നമ്മൾ ഇത് ചെറുതായി ഉപ്പ് നന്നായിട്ട് നമുക്കൊന്ന് വഴട്ടാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഉള്ളി വഴണ്ടപ്പം തക്കാളി ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിരുന്നു. സോ അത് ആഡ് ചെയ്ത് അതും കുറച്ച് നേരം ഒരു 2 minutes ഇതിൻ്റെ കൂടെ ഒന്ന് കുക്കായിട്ട് നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ഗ്രീൻ പീസ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ചെറിയ മസാലക്കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ഗുഡ് കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊരു 5 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റ് മാക്സിമം ഒന്ന് തിളവരട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ പീസും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യാം. പിന്നെ ഞാനൊരു 2-3 വിസിലടുപ്പിക്കും. സോ അത് നന്നായിട്ടൊന്ന് യോജിക്കുമല്ലോ. സോ നമ്മുടെ ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഗ്രീൻ പീസും ആഡ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വിസിലടുപ്പിക്കാം. സോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. സോ ബാച്ചിലേഴ്സിനൊക്കെ ഇത് ട്രൈ ചെയ്യാം കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു. നമുക്കിനി കറിവേപ്പിലയും കൂടെ ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് കൊത്തമല്ലിയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഒന്ന് വിസിലടുപ്പിക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് സ്റ്റിർ ഇറ്റ് ആൻഡ് ക്ലോസ് ദ ലിഡ്. ഒരു 2-3 വിസിലടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇതൊക്കെ വെന്ത് കിട്ടും. ഓക്കെ, നമ്മുടെ സ്വാദിഷ്ടമായ ആലു മട്ടർ കറി ഇസ് റെഡി. ഇത് നമുക്ക് റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ എല്ലാം കൂടിയാൽ ഇറ്റ് ബി സൂപ്പർ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം വീണ്ടും മറ്റൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.